ഇത് ഒമാനിലെ സലാലയിലുള്ളൊരു കുളമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അയ്യൂബ് നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു കുളമാണ്. ഇത് അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മക്ബറയുടെ ചേർന്നുള്ള മലനിരകൾക്ക് താഴെയായി കാണപ്പെടുന്നതാണ്. ഈ കുളത്തിൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഈ കുളത്തിൽ വന്ന് അയ്യൂബ് നബി കുളിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തപ്പോൾ അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് രോഗശമനം ഉണ്ടായി എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇതുപോലെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ആൾക്കാർ കുളിക്കാറുണ്ട്. അതുപോലെ അവിടെ നിന്ന കൂട്ടത്തിൽ ചിലർ ക്യാനിൽ വെള്ളമൊക്കെ നിറച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ പറയുന്നത് ഈ വെള്ളത്തിന് എപ്പോഴും നല്ല തണുപ്പാണെന്നാണ്. എത്തിയത് ഒരു 2-2:30 സമയത്തായിരുന്നു അവിടെ എത്തിയത്. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അത്യാവശ്യം ആ സമയത്തും നല്ല തണുപ്പായിരുന്നു. ഈ കുളത്തിലേക്ക് വരാനായിട്ട് 2 വഴിയുണ്ട്. ഒന്ന് നേരായ വഴി ഗവൺമെൻറ് ഉണ്ടാക്കിയ നല്ല ഒന്നാന്തര വഴിയുണ്ട്. പക്ഷെ അതിനല്പം ദൂരം കൂടുതലാണ്. അതുകൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അതുകൊണ്ട് തന്നെ ആ മലയിൽ കൂടെ സൈഡിൽ കൂടെയാണ് വന്നത്. പോകാൻ നേരത്ത് അത്യാവശ്യം നല്ല വഴി ഉപയോഗിച്ച് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ നല്ല വഴി കൂടെയാണ് പോയത്. പക്ഷെ അത് അത്യാവശ്യം നല്ല ദൂരമായിരുന്നു. വീട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന എന്നെ പിടിച്ചിട്ട് ഇത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു കൊണ്ടുവന്ന് ഈ റിയാസ് കയറുന്നു. എവിടെയാണ് പറഞ്ഞോളൂ. ലീവൊന്നുമില്ല. സനീയെന്ന് കുറച്ച് മുകളിലേക്ക് കയറി നിൽക്കണം. ഒരു അരമണിക്കൂറിന് എത്തും. ഞാൻ വന്നിട്ട് അവിടെ വിളിച്ചാൽ മതിയോ? കാര്യം നല്ല വഴിയൊക്കെ ആയിരുന്നെങ്കിലും തിരിച്ചു പോക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ആൾക്കാരുണ്ട്, പേടിക്കണ്ട. അവിടെ ആൾക്കാരുണ്ട് താഴെ.
മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴാണ് ശരിക്കും ആ കുളം എത്രമാത്രം താഴെയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. ഓരോ വളവ് വഴിയും അടുത്ത് പാർക്കിംഗ് ആയിരിക്കും എന്ന് വിചാരിക്കും, പക്ഷെ അത് അടുത്ത വളവ് മാത്രമായിരുന്നു.